ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഒരു കിഡിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മധുശ്രീ, അതായത് വിഷ്ണുവിൻ്റെ ഭാര്യയെ സത്യഭാമ തിരഞ്ഞെടുത്ത മധുശ്രീനെ പോയി നമ്മുടെ സുസ്മിത കണ്ടിട്ട് പറയുന്നുണ്ട്, നിന്റെ സിവിൽ സർവീസ് ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നെങ്കിൽ മധുശ്രീയുടെ സിവിൽ സർവീസ് ബുദ്ധി എന്തായിരുന്നതും സിവിൽ സർവീസിനകത്തൊന്നും ഇപ്പം ഇല്ല. അത് എന്താണെന്നുള്ള കാര്യം നമ്മുടെ ശാലിനി തെളിയിച്ചു കൊടുക്കുവാണ് ഇന്നത്തെ എപ്പിസോഡിനത്. കാരണം ശാലിനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ മധുശ്രീ. ചുമ്മാ അറിയാക്കൊന്നൊന്നും അല്ല പറയുന്നത്. ശാലിനി പറയുന്നുണ്ട്, 6 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. അന്ന് അതിന് മുന്നേ നീ പറഞ്ഞത് ഇനി എന്നെ കാണുമെന്ന് എന്തൊക്കെയൊക്കെയോ എനിക്ക് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നീ ഇപ്പം എവിടെ എത്തി? അന്നത്തേക്കാളും വലിയൊരു വട്ട സീറോ. അത് അന്ന് ചെറിയ സീറോ ആണെങ്കിൽ ഇന്ന് നീ വലിയൊരു ബിഗ് സീറോ ആണല്ലോ എന്ന് മധുശ്രീയുടെ മുഖത്ത് നോക്കി എന്താണ് ശാലിനി മധുശ്രീയുടെ കൈ പിടിച്ച് എന്താണ് കൈ തിരിച്ചെന്ന് മാറ്റിയിട്ട് ഇത്രയും ഡയലോഗ് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്ന് ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് നമുക്ക് എന്താണ് നമ്മുടെ സത്യമോളും പപ്പിമോളും എന്താണ് നമ്മുടെ സുസ്മിതയുടെ കാറിൽ കയറിയിരുന്ന് എന്താണ് നേരെ ഈ മധുശ്രീയുടെ വീട്ടിലേക്ക് പോകാനുള്ള എൻ്റെ മധുശ്രീ എവിടെയാണെന്നോ അങ്ങോട്ടേക്കാണെന്നല്ലോ ഈ സുസ്മിത പോകുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാനായി തിരികെ സുസ്മിതയുടെ കാറിൽ പതുങ്ങിയിരുന്നെങ്കിൽ സുസ്മിതയുടെ കാർ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മധുശ്രീയുടെ മദ്യപാനത്തിൻ്റെ അങ്ങ് ആറാട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിൻ്റെ മേലെ ഒന്ന് കുപ്പിയായിട്ട് ഒഴിച്ച് നല്ല പൂസായിരിക്കുന്ന മധുശ്രീ ഫോൺ പോലും സുസ്മിത വിളിച്ചിട്ട് എടുത്തില്ല. അങ്ങനെ സുസ്മിത കാർ അവിടെ എത്തുമ്പോഴത്തേക്കും നേരെ സുസ്മിത മധുശ്രീയെ കാണുമ്പോഴത്തേക്കും എന്താണ് ചോദിക്കുമോ, നീ രാവിലെ തന്നെ അങ്ങ് ഇതൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ അല്ലാണ്ട് നീ അടിക്കുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോളും സത്യമോളും എന്താണ് കാറ് നിർത്തി അപ്പം എത്തിക്കാണും എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നതും കാണുന്നത് കള്ള് കുടിക്കുന്ന മധുശ്രീനെയാണ് കാണുന്നത്. കള്ള് കുടിക്കുന്നത് ഉടനെ നമ്മുടെ പപ്പിമോൾ ചോദിക്കുവാന്നേ, അത് കള്ളല്ലേ കുടിക്കുന്നത്, അല്ലടി ബ്രാൻഡിയാ എന്ന് നമ്മുടെ സത്യമോൾ പറയുമ്പോഴത്തേക്ക്, അയ്യോ പെണ്ണുങ്ങളെ കള്ള് കുടിക്കും. എനിക്കറിയത്തില്ല, കുടിക്കുമായിരിക്കും, ഇപ്പം കാണുന്നില്ലേ അവൾ പെണ്ണല്ലേ ഇരിക്കുന്നത്, അവർ കുടിക്കുന്ന കണ്ടില്ലേ, അതൊരു ബാഡ് ഗേളാ എന്ന് പറഞ്ഞ് ഇവർ നോക്കിക്കൊണ്ട് അങ്ങിരിക്കുവാണ്. അപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല ഈ കുട്ടികൾ സുസ്മിത ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കുവാണ്. അപ്പോൾ സുസ്മിത പറയുവാണ്, നീ രാവിലെ തന്നെ ഇങ്ങനെ പൂസ എങ്ങനെയാ, നാളെ നിനക്ക് കല്യാണത്തിൻ്റെ പെണ്ണ് കാണൊക്കെ ഉള്ളതല്ലേ, ഈ പെണ്ണ് കാണൊക്കെ ഇരുന്നിട്ട് ഇന്നേ നീ പൂസായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ എങ്ങനെ നീ ആ സത്യഭാമ ഇമ്പ്രസ് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് ഇവർ ഞെട്ടിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മധുശ്രീ പറയുവാണ്, അത് ഞാൻ ഓർത്തില്ല, നാളെ ആകുമ്പോഴത്തേക്ക് നേരെ ആയാൽ മതിയല്ലോ, നിന്നെ എന്നാലും സമ്മതിച്ചിരുന്നു, നീ എനിക്കൊരു അത്ഭുതം തന്നെ, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്, നീ ഒഴിക്കുന്നോ, നിനക്കൊരെണ്ണം ഒഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഒഴിക്കുന്നൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ പകല ഞാനൊരു മേയർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പം സുസ്മിത പറയുന്നു, നീ എന്നാലും നിനക്ക് സിവിൽ സർവീസൊക്കെ കിട്ടിയിട്ട് ആ സിവിൽ സർവീസൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ജീവിതം തിരഞ്ഞെടുത്തല്ലോ, എനിക്ക് നിന്നെ വിശ്വസിക്കാനും പിടികിട്ടാനേ പറ്റത്തില്ലെന്ന് പറയും. മധുശ്രീ ഇതൊക്കെ കേട്ടിരുന്ന എന്താണ് അടുത്ത് സിഗരറ്റും കൂടെ എടുത്ത് വലിക്കാൻ തുടങ്ങി. നോക്ക് പപ്പി, അവർ സിഗരറ്റും കൂടെ വലിക്കുന്നുണ്ടെന്ന് പിള്ളേരെ അത് നോക്കി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് മധുശ്രീ ഇതൊക്കെ സുസ്മിത പറയുന്ന കേട്ട് രസിച്ചങ്ങ് ഇരിക്കുവാണ്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് എന്നാലും നിൻ്റെ സിവിൽ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സിവിൽ സർവീസ് കിട്ടിയതാണ് കാര്യങ്ങളാണെന്നൊക്കെ പൊക്കി വരുമ്പോഴത്തേക്ക് മധുശ്രീ പറയുന്നത്, നീ അടുത്ത് പറഞ്ഞു വരാൻ പോകുന്നു ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഇത്രയൊക്കെ കിട്ടിയിട്ടും പിന്നെ എന്താ ഈ സിവിൽ സർവീസ് കളഞ്ഞെന്നല്ലേ, അതിൻ്റെ ഉത്തരം നീ ഇപ്പം പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്തോ എന്ന് സുസ്മിത ചോദിക്കുമ്പോഴത്തേക്ക്, ആണടി, കാരണം ഞാനിപ്പം ഒരു പ്രജയാണ്, സ്വതന്ത്രനായ ഒരു പ്രജയാണ് ബാക്കി ഏത് അധികാരിയെക്കാളും മേലുള്ളത്. പ്രജയ്ക്ക് എന്തും ചെയ്യാം, പ്രജ കുടിച്ചാൽ അത് വെറും എന്താണ് ജസ്റ്റ് ഒരു കള്ളു കുടിയെന്നതേ ഉള്ളൂ. പക്ഷേ അതേസമയത്ത് നീ ഇപ്പോൾ ഒരു മേയറാ, നിനക്ക് കള്ളു കുടിക്കാൻ പറ്റില്ല, ഒരു മേയറോ കളക്ടറായിട്ട് എന്തെങ്കിലും കള്ളു കുടിക്കാൻ പറ്റാത്ത ആ സ്വാതന്ത്ര്യമാണ് ഞാനിപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടായിരിക്കും നാട്ടിൽ എന്താണ് ആദ്യമായിട്ട് അവർക്ക് പെണ്ണ് സിവിൽ സർവീസ് കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി സിവിൽ സർവീസ് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ സിവിൽ സർവീസ് വേണ്ടാന്ന് വെച്ചത്, അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്, എന്നെ ഒരാൾ ശരിക്കിട്ട് തന്നതിൻ്റെ ഒരു വൈരാഗ്യം തന്നെയാണ്, പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മധുശ്രീ ആ കാര്യം അലക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആ കഥ കേൾക്കാനുള്ള ആഗ്രഹം. എന്തുവാടി ഒരു തേപ്പിൻ്റെ കഥയുണ്ടല്ലോ പറയുമ്പോൾ, തേപ്പിൻ്റെ കഥയൊന്നുമില്ല, അത് അതിനേക്കാളൊക്കെ വലിയൊരു കഥയാണ്, ഈ നാട്ടുകാരനാണോ പുറം നാട്ടുകാരനോ എന്ന് ചോദിക്കുമ്പം സുസ്മിത പറയാം, അത് പറയാനുള്ള മൂഡൊന്നും ഇപ്പോൾ ഇല്ലടി, പിന്നെ എപ്പോഴെങ്കിലും ആ കഥ പറയാമെന്ന് നമ്മുടെ മധുശ്രീ എന്നാൽ സുസ്മിതയോട് പറയണം. സുസ്മിത അത് കേട്ട് അതുപോലെ വിട്ട്, എന്തായാലും നിൻ്റെ വീട്ടുകാരൻ നിനക്ക് അറിഞ്ഞ് തന്നെ പേരിട്ടിരിക്കുന്നത് മധുശ്രീ, മധു ഞാൻ കള്ള് നല്ല അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലടി മധു ഞാൻ കള്ള് നല്ല അർത്ഥം, മധു എന്ന് ഞാൻ തേനെന്നാ അർത്ഥം, പിന്നെ ദേവന്മാരൊക്കെ എന്താണ് മദ്യം കുടിക്കുന്നതിന് മധു എന്നൊക്കെ പറയുന്നതോ, അത് പിന്നെ ദേവന്മാർ കള്ളു കുടിച്ച് പൂസായെന്നൊന്നും പറയാൻ പറ്റത്തില്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ കള്ളു കുടിച്ച് അവൻ പൂസായി കിടക്കുന്ന ഫിറ്റായി കിടക്കുന്നൊക്കെ പറയാം. അപ്പം അതൊരു ശൈലിയാന്നേ ഉള്ളൂ. അപ്പം എന്തായാലും അറിഞ്ഞ് വീട്ടുകാരിട്ട പേര്. പിന്നെ നീ വന്ന കാര്യം എന്താണെന്ന് പറ, നിനക്കറിയാവുള്ളൂ നാളെയാണ് സത്യഭാമയുടെ വീട്ടിൽ ആ പെണ്ണ് കണക്ക് ഇരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പെണ്ണ് കണക്കത്തിനകത്തൊന്നും ഒരു താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് കല്യാണം എന്ന് പറയുന്നതിനകത്ത് ഒട്ടുമേ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്.
സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോളും സത്യമോളും കൂടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എടുത്തിട്ട് എന്താണ് നമുക്കിതൊന്ന് വീഡിയോ പിടിച്ചാലോ അതെന്തിനാ പപ്പി നീ നോക്ക് ആരെങ്കിലും കള്ളു കുടിക്കും നല്ല സ്ത്രീകൾ ഇല്ലല്ലോ അപ്പം ആ ആൻറ്റി ഒരു ബാഡ് ഗേൾ അല്ലേ എന്തായാലും ഒരു ബാഡ് ഗേളാന്ന് പറഞ്ഞാൽ നിന്റെ സത്യാമ്മ ആ ബാഡ് ഗേളിനെ കൊണ്ട് എന്തായാലും വിഷ്ണു അച്ഛനെ കല്യാണം കഴിപ്പിക്കത്തില്ലോ ആ ശരിയാന്നല്ലോ ആ എന്നാ ശരി നമുക്കത് വീഡിയോ എടുക്കാം അപ്പം സത്യാമ്മ നീങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ നീ ചുമ്മാ പോയി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അപ്പം പിന്നെ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ മതി അപ്പം പിന്നെ എന്താണ് സത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഈ വീഡിയോ അങ്ങ് കംപ്ലീറ്റ്ലി പകർത്തോണം സുസ്മിത അടുത്ത് മധുശ്രീയും സംസാരിക്കുന്നതും കള്ളു കുടിക്കുന്നതും കള്ളു കുപ്പിയും സിഗരറ്റും എല്ലാം ആയിട്ട് അങ്ങ് എടുക്കുവാണ് ഇവരുടെ സംസാരം കൂടെ പിള്ളേരെന്താണ് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും എന്താണ് ആ വീഡിയോഗ്രാഫി ഒരുവിധം മതിയാക്കി അവർ നിൽക്കുമ്പോഴത്തേക്കും മധുശ്രീ പറയുന്നുണ്ട് ആ പിന്നെ എന്തായാലും നീ എന്നെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാമെന്ന് പറഞ്ഞത് അല്ലാതെ കല്യാണത്തിന് വേണ്ടി എനിക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ നിന്റെ പ്രതികാരം ഒന്നും നടക്കും അതിനൊപ്പം തന്നെ എൻ്റെ വീട്ടുകാർ ചുമ്മാ കല്യാണം കഴിക്കുന്ന പറയുന്ന അവരുടെ ആവശ്യം കൂടെ നടന്നു കിട്ടും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മധുശ്രീ ഈ പ്ലാനകത്ത് എപ്പോൾ വേണമെങ്കിലും ബാക്ക് ഔട്ട് ആവും സുസ്മിത എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ഭയങ്കര നെട്ടലാണ് ഇവള് ബാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലാൻ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഉടനെ പറയും മധുശ്രീ നീ എങ്ങനെ ഇതിനകത്ത് ബാക്ക് ഔട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മധുശ്രീ പറയുകയാണ് എന്നെ കയറി കമാൻഡ് ചെയ്യാനൊന്നും വരണ്ട സുസ്മിതേ കാരണം എനിക്ക് ഇങ്ങോട്ട് കമാൻഡിങ് എടുത്തുള്ള ശീലമില്ല നീ അതോ ഞാൻ നിന്നെ കമാൻഡ് ചെയ്തൊന്നുമല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ നാളത്തേക്ക് സത്യഭാമ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നിനക്ക് വേണ്ടി ഒരു പ്രത്യേക രീതി വസ്ത്രം എങ്ങനെ സെലക്ട് ചെയ്തല്ലോ ഒരു സാരിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ പെണ്ണുകളൊന്നും നല്ല വീടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്ന് മധുശ്രീ ഒട്ടും താല്പര്യമില്ലാതെ വീണ്ടും അടുത്ത കുപ്പിയുടെ വെള്ളം എടുത്ത് ഒഴിക്കാൻ തുടങ്ങി അപ്പോൾ ഈ സുസ്മിത എന്താണ് നിനക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടേരെ കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സിപ്പ് കഴിയുമ്പോഴത്തേക്കും മധുശ്രീ പറയുവാണ് എന്നാ വാ നമ്മൾ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും പോകാമെന്നോ എവിടേക്ക് നീയല്ലേ പറഞ്ഞ സാരി എടുക്കാൻ വേണ്ടി പോകാമെന്ന് ബാ അതിന് വേണ്ടി പോകാമെന്ന് പറയുമ്പോഴത്തേക്കും സത്യമായിട്ടാണോ സീരിയസ് ആയിട്ടാണോ കാര്യമായിട്ട് പറഞ്ഞത് കാരണം മധുശ്രീയുടെ ക്യാരക്ടർ സുസ്മിതയ്ക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല സുസ്മിത പറയുന്ന വാക്കിനും താളത്തിനൊന്നും മധുശ്രീയിൽ നിന്ന് കിട്ടത്തില്ല മധുശ്രീ പറയും സുസ്മിത അതനുസരിച്ച് ഇരിക്കണം എന്നതേ ഉള്ളൂ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ എന്താണ് പാപ്പി നമുക്ക് പോകാം കാരണം അവർ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു ഉടനെ ഫോൺ എടുത്ത് എന്താണ് പപ്പി എടുത്ത് കൊടുത്തിട്ട് പറയോ അയ്യോ നിന്റെ ഫോണാണല്ലോ സത്യം ഞാൻ ഇതെങ്ങനെ കൊണ്ടുപോകുന്ന പറയും സാരം ഒരു പപ്പി ഇതെൻ്റെ അമ്മയുടെ പഴയൊരു ഫോൺ അവിടെ വെറുതെ ഒരു ആവശ്യമില്ലാതെ കളഞ്ഞാൽ നീ ഇത് കൊണ്ടുവന്ന് സത്യാമ്മയെ കാണിച്ച ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് താങ്ക് യു എന്നിട്ട് അവരെന്താണ് ഫോണും കൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ കുട്ടികളങ്ങ് പോവാണ് ഉടനെ സുസ്മിതയുടെ കാറിൻ്റെ അടുത്ത് പോയി ഡ്രൈവറിൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറയുമ്പോഴത്തേക്കും മധുശ്രീ പറയാം ഞാൻ നിൻ്റെ കാറിലൊന്നും വന്നില്ല എൻ്റെ കാറാണ് എനിക്കിഷ്ടം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും നീ അതിന് ടോട്ടലി കുടിച്ചിരിക്കുകയാണ് മധുശ്രീ എങ്ങനെ ഡ്രൈവ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മധുശ്രീയുടെ വണ്ടിക്ക് മധുശ്രീയാണ് പൈലറ്റ് മധുശ്രീ ഓട്ടിച്ചാലേ ഇത് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ അല്ലാതെ വേറെ ആരും ഓട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മധുശ്രീ നേരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കഴിയുമ്പോൾ സുസ്മിത അകത്ത് കയറി അയ്യോ ദൈവമേ ഇവളീ കള്ളും കുടിച്ച് ഓട്ടിക്കണം എവിടെ കൊണ്ടുവന്ന് താക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്കും മധുശ്രീ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ഭയങ്കര സ്പീഡിന് പോകുന്നതിനകത്ത് മധുശ്രീ ഒന്ന് സ്പീഡ് കുറയ്ക്കുക നീ ഭയങ്കര രീതിയിലാണ് ഓട്ടുന്നത് റോങ് സൈഡിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ മധുശ്രീയുടെ കാറ് കൊണ്ടുവന്ന് ഒരു കാറിലേക്ക് ഇടിക്കുകയാണ് കാറിലേക്ക് ഇടിക്കുന്ന വേറെ ആരെയും ചെറിയ കാറല്ല ഇടിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കാറാണ് ഡിസ്ട്രിക്ട് കളക്ടർ ആരാ നമുക്കറിയാമല്ലോ അവിടുത്തെ ശാലിനി തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ഉടനെ എന്താണ് മധുശ്രീ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ആ ഡ്രൈവർ ഉണ്ടല്ലോ എടോ വണ്ടി താഴെ ഗ്ലാസ് താക്കണോ എന്ന് പറയുമ്പോഴത്തേക്കും അകത്ത് നമ്മുടെ ശാലിനി ഇരിപ്പുണ്ട് ഉടനെ ഡ്രൈവർ തന്നെ കണ്ടോ മാഡം റോങ് സൈഡിൽ വന്നിട്ട് അവൾ നമ്മളെ കയറി പറയാൻ വന്നു പറഞ്ഞിട്ട് ഡ്രൈവറിൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ കെട്ടി അങ്ങ് പിടിച്ചിട്ട് പറയുകയാണ് എടോ ഈ കാറിൻ്റെ വില തനിക്ക് എത്ര രൂപയെന്ന് അറിയാമോ താൻ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് എൻ്റെ കാറിന് അടിച്ചിട്ട് പഞ്ചറാക്കിയിട്ട് അതിനുള്ള പൈസ എടുക്കണം മര്യാദയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈവർ പറയും അത് കൊള്ളാമല്ലോ ഇങ്ങോട്ടേക്ക് ഒന്ന് റോങ് സൈഡിൽ അടിച്ചിട്ട് ഇങ്ങോട്ടേക്കാണെന്ന് കുറിച്ച് ന്യായം പറയുന്നത് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ മോളെ ചോദിക്കുമ്പോൾ കാറിൽ തന്നെ മോള് ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് കൈ വിട്ടിട്ടില്ല ഉടനെ ശാലിനി ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഷർട്ടിൻ്റെ കോളർ ഇരിക്കുന്ന അവളുടെ കൈ നേരെ പിടിച്ചിട്ട് ഒരു മോളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മോളെ നിന്നെ കാണേണ്ടത് എന്നിട്ട് നേരെ ഇറങ്ങുന്നതും മധുശ്രീ ശാലിനിയെ കണ്ടിട്ട് ശാലിനിക്ക് ആദ്യം തന്നെ ശാലിനി കാണുന്നുണ്ട് ശാലിനി മധുശ്രീയെ കാണുമ്പോൾ തന്നെ ആലോചിക്കുന്നത് ഒരു അടഞ്ഞിരിക്കുന്ന ഒരു ഷെഡ് പോലത്തെ ഒരു സ്ഥലം ആ ഷെഡിൻ്റെ സ്ഥലത്തിനകത്ത് ആരും ഇല്ലാത്തൊരു വിജനമായ സ്ഥലത്തിനകത്ത് ഒരു ചെറുക്കൻ അതുപോലെ ഈ മധുശ്രീയൊക്കെ ഇരുന്ന് ഡ്രഗ്സ് ഇഞ്ചക്ഷൻ എടുത്ത് കൈ കുത്തി കയറ്റുന്നതും ആ ലഹരിയുടെ ഉന്മാദത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളും ആ മുഖത്തിലെ മധുശ്രീനെയാണ് ശാലിനിയുടെ മുഖത്ത് വരുന്നത് അപ്പോഴാണ് ആ മോളെ നിന്നെ കാണുന്നതിന് ശാലിനി ഇറങ്ങുന്നത് ശാലിനിയുടെ മുഖം നേരെ മധുശ്രീ കാണുന്നത് മധുശ്രീ ശാലിനിയെ കണ്ടത് ഞെട്ടിക്കോ അയ്യോ ഇവളോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് അങ്ങനെ ശാലിനി കാറിൽ നിന്ന് അപ്പോഴത്തേക്ക് ഇവളങ്ങ് കൈയെടുത്ത് ഡ്രൈവറിൻ്റെ പുറത്തുനിന്ന് ആ കൈ അങ്ങ് എടുത്തിട്ട് ഞെട്ടിയങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് അയ്യോ ശാലിനിയുടെ വണ്ടിയിലാവുന്ന ഇവൾ കൊണ്ടുവന്ന് ഇടിച്ചു കൊടുത്ത് എല്ലാം തൊലഞ്ഞ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ പ്രശ്നമാകുന്നതിൻ്റെ സുസ്മിത കാറിൻ്റെ അകത്ത് തന്നെ പമ്മി പതിങ്ങിയിരിക്കുവാണ് പുറത്തിറങ്ങിയ പ്രശ്നമാകുന്നുള്ള രീതി കാരണം ഇവളും കൂടെ ഈ കല്യാണത്തിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി കല്യാണം മിക്കവാറും നാളെ കുളം തോണ്ടി തന്നെ ഈ കല്യാണം നടക്കത്തില്ല നാളത്തെ പെണ്ണ് കണക്കോ നടക്കത്തില്ല
എല്ലാ പ്ലാനും പൊളിഞ്ഞു വന്ന് സുസ്മിത അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ശാലിനി നേരെ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. മസ്രിയും ശാലിനി നേർക്ക് നേർ നോക്കുവാണ്. മസ്രിയെ നോക്കിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ശാലിനിക്കും മസ്രിക്കും മനസ്സിൽ ചിന്ത ഓടുവാണ്. കാരണം എന്താണ്, മധുശ്രീക്ക് മനസ്സിൽ ഓടുന്നത് ശാലിനി എന്താണ്, ഇവള് കൈ കുത്തി കയറ്റിയതും അതുപോലെ കള്ളടിച്ച് പൂസായിരുന്ന ഒരു കാലഘട്ടവും ഇതിൻ്റെ എല്ലാ ഇൻസ്റ്റൻസും മധുശ്രീയുടെ മുഖത്തും വരുന്നുണ്ട്. ശാലിനിയുടെ മനസ്സിനകത്തും ഇത്തരം കാര്യം വരുന്നുണ്ട്. നീ ആയിരുന്നോ, ഇപ്പം എന്തായി, നീ എൻ്റെ അടുത്ത് 6 വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടലാണിത്. 6 വർഷത്തിന് മുമ്പേ കണ്ടുമുട്ടുമ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് എന്തൊക്കെയൊക്കെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം നീ എവിടെ എത്തി, ഈ നടു റോഡിൽ വന്ന് നിൽക്കുവാണല്ലോ. പണ്ട് നീ ഒരു ബിഗ് സീറോ ആയിരുന്നെങ്കിൽ ഇപ്പം അതിനേക്കാൾ വലിയ സീറോ ആയിട്ട് മാറിയിരിക്കുമെന്നല്ലോ 6 വർഷത്തിന് ശേഷം എന്ന് പറയുന്നത്. മധുശ്രീ ഭയങ്കര ചമ്മിയിരിക്കുവാണ്. സുസ്മിതയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. മധുശ്രീ എന്താണ് തിരിച്ച് ഉത്തരം പറയാൻ പറ്റാതിരിക്കുകയാണ്. ഉടനെ എന്താണ് പോലീസ് ബാക്കിൽ നിന്ന് ഇറങ്ങിയത്, എന്താ മാഡം പ്രശ്നം ചോദിക്കുമ്പോഴത്തേക്കും തനിക്ക് അടുത്ത് നിന്നിട്ട് ഈ നാറ്റം കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ, മാഡം ഫുൾ എന്താണ് തണ്ണിയിലാണ്, മാഡം അടിച്ച് പൂസാക്കിയാണ്. അപ്പം മാഡത്തിൻ്റെ ഒരു കാര്യം ചെയ്തേരെ, താങ്കൾ മാഡത്തിന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് ഒരു വാറൻറ്റ് മേടിച്ച് കൊടുത്തിട്ട് റാഷ് ഡ്രൈവിംഗ്, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്, അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ന്യൂസൻസിനും എല്ലാത്തിനും കൂടെ ചെന്നിട്ട് എന്താണ് ചാർജ് ചെയ്തത്. അതുപോലെ തന്നെ മാൻ ഹാൻഡ്ലിങ്ങിന് പ്രത്യേകം എടുക്കണം. അതായത് വെറുതെ ഇന്ന് ഡ്രൈവറിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കാൻ പോയതല്ലേ, അപ്പം മാൻ ഹാൻഡ്ലിങ്ങിന് കൂടെ ആയിട്ട് കേസ് എടുത്തരെന്ന് പറയുമ്പോഴത്തേക്കും ഈ മധുശ്രീ അങ്ങ് നേട്ടിയിരിക്കുമോ. എന്നിട്ട് നേരെ അങ്ങ് ശാലി വീണ്ടും കാറിൽ കയറാൻ പോകുന്നതിന് മുന്നേ തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാം, അത് മാത്രം വേണ്ട, ഈ മാഡത്തിനെ നല്ല എന്താണ് ഒരു ക്ലാസ്സും കൂടെ എടുത്ത് കൊടുത്തേരെ. കാരണം മാഡം ഇത്രയും വളർന്ന് പന്തലിച്ചിട്ടും മാഡം ഇത്ര പ്രായമായിട്ടും സമൂഹത്തിൽ എങ്ങനെ നടക്കണമെന്നുള്ള കാര്യം പഠിച്ചിട്ടില്ല. അപ്പം മാഡത്തിന് അതിനുള്ളൊരു ക്ലാസ്സും കൂടെ കൊടുത്ത് പൊതുஞான ക്ലാസ്സും കൂടെ കൊടുത്തിട്ട് അങ്ങ് വിട്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവളങ്ങ് ചമ്മി ഇരിക്കുവാണെന്ന്, ഞാൻ ശരിക്കും ചമ്മി വിളറിയിരിക്കുവാണ്. കാരണം ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഉടൻ തന്നെ ഇത്രയും കാര്യം ചെയ്തിട്ട് മാഡത്തിൻ്റെ ആ ഡ്രൈവിംഗ് ലൈസൻസും കൂടെ കട്ട് ചെയ്തേരെ, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യത്തിനകത്തിരിക്കണം മധുശ്രീ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. സുസ്മിതയുടെ മുന്നിൽ ചാടി കടിച്ച മധുശ്രീയുടെ ആ പല്ലങ്ങ് നമ്മുടെ ശാലിനി പറിച്ചു കൊടുത്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് പോകുന്നത്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. എല്ലാവരും കാണുക. എല്ലാവരും റിവ്യൂ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻസും കൂടെ രേഖപ്പെടുത്തുക. താങ്ക്